ശമ്പളവും പെൻഷനും നൽകുന്നതിൽ ഞെട്ടിച്ചു തെലങ്കാന സർക്കാർ. 6000 കോടി രൂപയിലേറെയാണ് പ്രതിമാസ സംസ്ഥാന സർക്കാർ വിനിയോഗിക്കുന്നത്. കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികൾക്ക് പ്രതിമാസം കിട്ടുന്നത് 2 ലക്ഷം രൂപയാണ്. തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ച് 12 വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് സർക്കാരിന്റെ തീരുമാനം. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം 4 ഇരട്ടിയോളമാണ് വർദ്ധിപ്പിച്ചത്. ദീർഘകാലമായി സർവീസിലുള്ള ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾക്ക് 2 ലക്ഷമാണ് ശമ്പളം. എഞ്ചിനീയർമാർക്കാകട്ടെ 7 ലക്ഷം രൂപ വരെയും ലഭിക്കും. കോർപ്പറേഷനിലെ സ്ഥിരം തൊഴിലാളികളുടെ ശരാശരി ശമ്പളം 70,000 രൂപയാണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള ഖണ്ഡം നോക്കിയാൽ ക്ഷാമബത്ത അടിസ്ഥാന ശമ്പളത്തിൽ 33.67%. ഗ്രൂപ്പ് 1 ഓഫീസർമാരുടെ അടിസ്ഥാന ശമ്പളം 54,000 മുതൽ 1,33,000 രൂപ വരെയും ഇവരുടെ ആകെ ശമ്പളം 1.5 ലക്ഷത്തിലധികവും വരും. ഗ്രൂപ്പ് 4 വിഭാഗത്തിൽപ്പെട്ട സപ്പോർട്ടിംഗ് സ്റ്റാഫിന് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ 35,000 മുതൽ 50,000 രൂപ വരെയാണ് ലഭിക്കുന്നത്. മിക്ക ജീവനക്കാരും നാഷണൽ പെൻഷൻ സിസ്റ്റത്തിനും കീഴിലാണ്. ശമ്പള ബാധ്യത വർദ്ധിക്കുമ്പോഴും തെലങ്കാനയുടെ സാമ്പത്തിക രംഗം വളർച്ചയിലാണ്. ആഭ്യന്തര ഉൽപ്പാദനം 10% മുകളിൽ. എന്തായാലും തെലങ്കാനയിലെ ശമ്പള കണക്ക് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് എല്ലാവരും. നാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.